ഹലോ ഗായ്സ്, എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 4ലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ എപ്പിസോഡ് 3ൽ നമ്മൾ കാണുന്ന ഒരു ചെറിയൊരു അണ്ടർഗ്രൗണ്ട് ബേസാക്കി. അപ്പോൾ ചെറിയൊരു അപ്ഗ്രേഡൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കമൻറ്റിൽ ഇട്ടതാണ്. നമുക്ക് ഈ ഒരു നിലത്തുള്ള ഈ ഒരു പ്ലാങ്ക്സൊക്കെ മാറ്റി ഇവിടെ ഫുള്ളും എന്താ പറയുക, മറ്റേ സ്റ്റോൺ ബ്രിക്സ് ആണ് വെക്കേണ്ടത്. അതാകുമ്പോൾ കുറച്ചും കൂടി കൊള്ളാം. പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഓക്ക് വുഡ് വെക്കണം. ആദ്യം നമുക്ക് സ്റ്റോൺ ബ്രിക്സ് വെക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം സ്റ്റോൺ കട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 സ്റ്റോണും ഒരു അയണുമാണ് വേണ്ടത്. ഓക്കെ, നമ്മളുടെ അടുത്ത് അയൺ 21 ആദ്യം ഉണ്ട്. സ്റ്റോണ് നമുക്ക് ഇപ്പോൾ വേഗം കമൻറ്റ് കൂടി ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു സ്റ്റോണും കൂടി ഓക്കെ മതി. നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം സ്റ്റോൺ കട്ടർ ഉണ്ടാക്കാം. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റോൺ കട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ കൊബിൾ സ്റ്റോൺ വെച്ച് നോക്കാം നമുക്ക് ആവൂന്ന്. അതായത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോൺ ബ്രിക്സ് നമുക്ക് ആക്കാൻ പറ്റും. പ്ലാങ്ക്സ് തന്നെ വെക്കാം. അതിനുശേഷം അവിടെയും മാറ്റാം. നമുക്ക് ആദ്യം ബെഡ് വെക്കാം. ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്, നമുക്ക് കിടക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മോബ്സ് ഒന്നും അങ്ങനെ സ്പോണാകുന്നില്ല. പിന്നെ എൻ്റെ വില്ലേജസ് ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി ചെക്ക് ചെയ്തതിന് ശേഷം ഇന്നത്തെ നമ്മൾ ഏറ്റവും വലിയ ഗോളായ വില്ലേജ് ബ്രീഡറാണ്, അതെന്തായാലും ഇന്ന് നമുക്ക് ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയൊരു ഗോള്. ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് വേഗം കിടക്കാം. പോയിട്ട് നോക്കാം വില്ലേജസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാം. എന്നിട്ട് അവിടുന്ന് ഒരു 2 വില്ലേജറെ പിടിച്ച് നമുക്ക് കുറച്ച് ദൂരോട്ടായിട്ടാണ് ആ ഒരു ഐലൻഡിലേക്ക് നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാം. 100 ബ്ലോക്ക് ദൂരെയാണ് ആക്കേണ്ടത്. കാരണം നമ്മളെ ഫർണേസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 100 ബ്ലോക്ക് ദൂരെ ആക്കണം. ഒരു ബോട്ട് ഉണ്ടാക്കണം. ബോട്ട് ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ എൻ്റെ അടുത്ത് കയറ് ഇല്ല തോന്നുന്നു. ഇല്ല, കയറിൻ്റെ അടുത്ത് ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് കയറിപ്പോൾ കിട്ടാൻ ഇത്തിരി പണിയായിരിക്കും. ഒന്ന് 2 കയറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഒരു സ്പെഷ്യൽ കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചാണ്. എങ്ങോട്ടേക്ക് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ അവിടെയായിട്ട് നമ്മളെ സ്പെഷ്യലായിട്ട് അധികം ആർക്കും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത നമ്മളെ ചെറി ബ്ലോസം കണ്ടുപിടിച്ചായിരുന്നു. അവിടുന്ന് കുറച്ച് ചെറി വുഡ് കളക്ട് ചെയ്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഗ്ലാസും കളക്ട് ചെയ്തായിരുന്നു. ഒരു സ്റ്റാക്കും 12 ഗ്ലാസും നമ്മുടെ അടുത്തുണ്ട്. ഇത് തികയുമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ വില്ലേജിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു സ്റ്റാക്കും 29 ക്യാരറ്റും ഉണ്ട്. പിന്നെ കുറച്ച് പൊട്ടറ്റോ ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് വേഗം പോയിട്ട് ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ചുറ്റും അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് ആദ്യം പോയിട്ട് ആ ഗ്ലാസിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കണം. അവിടെ 4x4 ആണെന്ന് തോന്നുന്നു. ഇനി ഇവിടെ വാട്ടർ ഒഴിച്ചതിന് ശേഷം ഇത് ഫുള്ളൊന്ന് നമുക്ക് ഹോയ് കൊണ്ട് നാക്കിയെടുക്കാം. നമുക്ക് വീറ്റ് ഫാം ഉണ്ടാക്കണം. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിപ്പോൾ വില്ലേജ് ബ്രീഡറിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. ആദ്യം കുറേ ദിവസത്തിനൊക്കെ വെച്ച് അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഞാൻ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വാട്ടർ ഉള്ളതുകൊണ്ട് ഇത് പോവുകയും ചെയ്യില്ല. ഇനി നമുക്ക് ആ വില്ലേജിലോട്ടേക്ക് പോയിട്ട് ഒരു കമ്പോസ്റ്റർ ഇവിടെ വാട്ടറിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ കമ്പോസ്റ്റർ അത് നമുക്ക് ഇതിലൂടെ ഉള്ളിലോട്ടേക്ക് കയറാം. ഓക്കെ, ആദ്യം നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് വെച്ചതിന് ശേഷം അവിടുന്ന് സാൻഡൊക്കെ മൈൻഡ് ചെയ്ത് സ്മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ആ വില്ലേജ് ബ്രീഡറിൻ്റെ അവിടെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ആ വില്ലേജറേയും കൂടി കൂട്ടിയിട്ട് പോവാം. ഇനി താഴേലോട്ടേക്ക് ചെയ്യുമോ, ആ ബോട്ടിലേക്ക് കയറുമോ, ഒരാവശ്യമുള്ളതുണ്ടോ? ഓക്കെ ഗൈസ്, ഫൈനലി ഇതാ ഇവരെ നമ്മളിവിടെ കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവരെയും കൊണ്ട് നമുക്ക് മുകളിലും കൂടി വെക്കേണ്ട ഗ്ലാസ്സേ ഉള്ളൂ. ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് പോകാനുണ്ടല്ലോ. ഓക്കെ, ഇതിൻ്റെ മുകളിലൊന്നും നമുക്ക് വേഗം മൂടണം. പിന്നെ ടോർച്ചും കൂടി വെക്കണം, അല്ലേ പണി കിട്ടും. ആദ്യം നമുക്ക് ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ടാണോ അല്ലേ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഇവരിങ്ങോട്ട് കയറി ഇവരെ പൊട്ടിച്ച് മാറ്റലൊക്കെ ഞാൻ ചെയ്തോളൂ. അതിന് മുമ്പ് ഇവരെ ഇപ്പോൾ അത് ഈ ബോട്ട് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റണം. ഓക്കെ, അങ്ങനെ ബോട്ടും പൊട്ടിച്ചാറ്റി 2 ആളുണ്ടായിട്ട് ഒന്ന് അവിടെ വെച്ച് പിടിപ്പിച്ചാൽ മതി. ഓക്കെ, അതും കൂടി നമുക്ക് പണിയുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ബ്ലോക്ക് എടുക്കാം. ഓക്കെ,
അത്യാവശ്യം നമ്മുടെ അടുത്ത് ക്യാരറ്റ് ഉണ്ട്. ഇത് ഫുൾ എത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി കൊള്ളാമായിരുന്നു. ഇവൻ ഈ ഫാമർ തന്നെയാണ്. പക്ഷെ ഇവിടുന്ന് പണിയെടുക്കാൻ നോക്കുന്നില്ല. വേറെന്തോ ചെയ്യാനാണ്. ഇവനിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ സ്പോണായ. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ടോർച്ച് വെച്ച് കൊടുക്കാം. 2 ടോർച്ച് ഇവിടെയും വെച്ച് കൊടുക്കാം. പിന്നെ എൻ്റെ അടുത്ത് എന്തായാലും കുറച്ച് ക്യാരറ്റ് ബാക്കിയാണുള്ളത്. ഓക്കെ, നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് വേഗം ഇവിടെ തന്നെ വെച്ച് കൊടുക്കണം. ഓക്കെയുണ്ട്. നമ്മളെ ട്രാപ്പ് ഡോറ്, വാട്ടർ ബക്കറ്റ്, പിന്നെ നമുക്ക് റെയിൽസൊക്കെ വേണം. അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യും. ഇപ്പം നമുക്ക് ഇപ്പം തന്നെ കുറേ സമയമായി. ആദ്യം നമുക്ക് കുറച്ച് 34 ഗ്ലാസ്സും ഞാൻ എക്സ്ട്രാ ആക്കിയിട്ടുണ്ട്. ശരിയാവില്ല. നമുക്ക് ഇവിടെയായിട്ട് വെച്ച് കൊടുക്കാം. ഉപ്പിളൊക്കെ വിട്ടിട്ട്. ഓക്കെ, ഇതൊക്കെ ഇതാകുമ്പോൾ ആവുമായിരിക്കും. ഇനി നമുക്ക് ഇങ്ങനെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമ്മൾ 6 ബെഡാണ് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ 6 ബെഡൊന്നും ഇതിൽ കൊള്ളൂല തോന്നുന്നു എനിക്ക്. 6 ബെഡ് ഇങ്ങനെ മുകളിലും അടിയിലായിട്ടാണ് വെക്കേണ്ടത്. ആദ്യം ഇവിടെ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബെഡ് വെച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് ഇതേപോലെ വെച്ചു. അപ്പോൾ 6 ബെഡ് ഇവിടെ കണക്കാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 2 ഇതിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരു ഭാഗത്ത് മാത്രം ഇപ്പോൾ പൊട്ടിച്ചു മാറ്റാം. ഇതിൻ്റെ ബോർഡറിലോണ്ട് ഇതിലൂടെ നടക്കും. അപ്പോൾ താഴേലേക്ക് വീഴും. അതാണ് നമ്മളെ സെറ്റപ്പ്. ഇനി ഇവിടെയായിട്ട് നമുക്ക് വാട്ടർ ബക്കറ്റ് വെച്ച് കൊടുക്കണം. വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് എവിടം വരെ ഈ വാട്ടർ എത്തുന്നുണ്ട് നമുക്ക് നോക്കണം. എവിടം വരെ എത്തി ഇനിയും മൈൻഡ് ചെയ്തോ. ഓക്കെ, ഇവിടെയാണ് വാട്ടർ സ്റ്റോപ്പ് ആകുന്നത്. ഉണ്ടായാൽ ഇതിൻ്റെ ഉള്ളിലേക്കാണല്ലോ വരിക. അപ്പോൾ ഇവിടെ ഒന്ന് സ്പോൺ ആവറ്. ഇപ്പം നമ്മൾ ചെറിയൊരു ഓക്കെ, ഇങ്ങനെ വരുന്ന ഈ ബേബി നേരെ വന്നിട്ട് ഇവിടെയാണ് നിൽക്കുക. അപ്പോൾ ഇവിടുന്ന് ഇനിയും താഴോട്ടേക്ക് കുഴിച്ചിട്ട് നമുക്കൊരു സംഭവം കൂടി ആക്കണം. അത് നമ്മൾ ഇവിടുന്ന് വീകും. ഓക്കെ, നമുക്ക് വീകുമോ ഒന്ന് ടെസ്റ്റ് ചെയ്തോ. ഓക്കെ, ഇവിടെ വന്ന് വീഴുന്ന ബേബി ഇവിടെയും കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയതിന് ശേഷം നമ്മളെ വില്ലേജറിൻ്റെ കുട്ടി ഇവിടത്തേക്കാണ് നിൽക്കുക. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വന്ന് എത്തണം. അതിനുള്ള സെറ്റപ്പും കൂടിയാണ് നമ്മൾ ആക്കേണ്ടത്. ആദ്യം നമുക്ക് മുകളിലോട്ടേക്ക് നമുക്ക് പോകാനുള്ളൊരു വഴിയും കൂടി ആക്കാം. നമുക്ക് നമ്മളെ ബേബി വില്ലേജർ മുകളിലോട്ടേക്ക് എത്തണം. അതും കൂടി നമുക്ക് ചെയ്യണം. ആദ്യം ഇവിടുന്ന് വന്ന് വീഴുന്ന വില്ലേജർ നമുക്ക് കുറച്ചും കൂടി ഗ്ലാസ് ആണ് വേണ്ടത്. പക്ഷെ ഇപ്പം തൽക്കാലം ഞാനൊരു ഇത് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് നിൽക്കുന്ന ബേബി ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ നിൽക്കണം. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. എന്തായാലും ഇതിൻ്റെ റെയിൽസും ബട്ടൺസൊക്കെ ആക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ എനിക്കറിയുന്ന രീതിയിലുള്ളൊരു വില്ലേജ് ബ്രീഡർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലോണം ബ്രീഡാകുന്നുണ്ട്. കുറച്ചൊക്കെ വളരുകയും ചെയ്തു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.